രണ്ട് പേര്, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഒന്ന് പി രാജീവ്, മറ്റൊന്ന് സി ദിവാകരൻ. അപ്പോൾ പി രാജീവ് പറഞ്ഞത് ഇതാണ്: വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. സംഭവം ശരിയാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ അവാർഡൊക്കെ കൊടുത്ത് സംഭവം ശരിയാണ്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളതാണ് ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കും. ഇവിടെ അതാണ് ഭയങ്കര വ്യവസായ സംരംഭങ്ങളും മറ്റുമൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയത്. എന്നാൽ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നോടിയായിട്ട് ഇവരുടെ രണ്ടുപേരും സംസാരിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് തരാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതാണ്. കമ്പയർഡ് ടു ഇന്ത്യ ഇതൊരു ചെറിയ പഞ്ചായത്താണ് ഈ കേരളം. ഇവിടെ ഒരു ചുക്കും ചുണ്ടാമ്പും ഇല്ല, ഒരു ഹെവി ഇൻഡസ്ട്രി ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. ഇവിടെ എന്തെങ്കിലും കാർ ഉൽപ്പാദിപ്പിക്കണം കേരളത്തിൽ നിന്ന്, മോട്ടോർ ബൈക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, ഹെവി മെഷീനറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഒരു ഫാക്ടറി പോലും ഇല്ല ഈ കേരളത്തിൽ ഇത്ര നാളായിട്ട്. ചെറുപ്പക്കാർ പിള്ളേരതല്ലേ പോണത്, കാശ് കൊടുത്താൽ മറ്റേ പോയി രക്ഷപ്പെടുകയാണ്. ഇതിന് കേരളത്തിൽ ഫാക്ടറി വേണ്ടേ, കേരളത്തിൽ മാനുഫാക്ചറിങ് വേണ്ടേ? അത് വരുത്തേണ്ടത് ഇവരല്ലേ, ഈ ഗവൺമെന്റ് അല്ലേ? ഇത് 100% ശരിയല്ലേ? ഇതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? എന്തെങ്കിലും കാർ മാനുഫാക്ചറിങ്ങോ അല്ലെ മൊബൈൽ മാനുഫാക്ചറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസായം ഉണ്ടോ? ഇല്ലല്ലോ. അത് സത്യാവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ പി രാജീവ് പറയുന്നത് എന്താ? അതുകൂടെ ഒന്ന് കേട്ട് നോക്കിയേ. ഞാൻ ഈ ചുമതല എടുക്കുമ്പോൾ വ്യവസായ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിന്റെ റാങ്ക് 28. എല്ലാം കഴിഞ്ഞപ്പോ 2023 റാങ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ചരിത്രത്തിലാദ്യമായി കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇന്ത്യയിൽ 1ാമതായി. തുടർച്ചയായി കേരളം വ്യവസായ സൗഹൃദത്തിൽ 1ാമതായി. സംഭവ സത്യാവസ്ഥ കേട്ടോ. അതായത് വ്യവസായ സൗഹൃദത്തിൽ കേരളം നമ്പർ 1 തന്നെയാണ്. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്, അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നത്. അതായത് സി ദിവാകരൻ പറയുന്നു നമുക്ക് ഇവിടെ വലിയ വലിയ ഫാക്ടറികളോ ഒന്നുമില്ലെന്ന്. അത് ശരിയാണ്, നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ പി രാജീവ് പറയുന്നു വ്യവസായ സൗഹൃദ നാടാണ്. അപ്പോൾ അതും ശരി. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകുന്നത് അല്ലേ? അതായത് BRAP എന്ന് കേട്ടോ, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയും. ഇതനുസരിച്ചാണ് കേരളം നമ്പർ 1 ആയിട്ട് വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറി ഒരുപാട് വ്യവസായ സംരംഭങ്ങളും മറ്റും ഉള്ളത് കൊണ്ടല്ല നമ്മളിതിൽ 1ാമത് വന്നിരിക്കുന്നത്. അതായത് ഇത് നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം അപേക്ഷകൾ വന്നു. അതായത് ഒരു ബിസിനസ് തുടങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് എത്ര അപേക്ഷകൾ വന്നു, ഈ അപേക്ഷകൾ എത്ര ഫാസ്റ്റായിട്ട് തീർപ്പാക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ബേക്കറികൾ, തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, അങ്ങനെ ചെറുകിട കച്ചവടങ്ങൾ. അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവൾ അപേക്ഷ കൊടുക്കും. ഓക്കെ, ഈ അപേക്ഷ കൊടുക്കുന്നതൊക്കെ ഓൺലൈനായിട്ടാണ് അല്ലേ? ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈസൻസും മറ്റൊക്കെ കിട്ടാറുണ്ട്. ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ കേരളം മുമ്പിലായിരിക്കാം. അപ്പോൾ ഇതുപോലെ അപേക്ഷകൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് നമുക്ക് ലൈസൻസും മറ്റുമൊക്കെ കിട്ടുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു, ഇതെല്ലാം പെട്ടെന്ന് തീർപ്പാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ K-Swift എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ തന്നെ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ടോ, ഇത്രയും അപേക്ഷകൾ കൊടുത്തു, ഇത്ര അപേക്ഷകൾക്ക് പരിഹാരം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു കണക്ക് നമ്മൾ കേരള സർക്കാർ കേന്ദ്രത്തിലോട്ട് കൊടുക്കുകയും അപ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അതിനെല്ലാം പെട്ടെന്ന് തീർപ്പാക്കുന്നു. അതായത് അപേക്ഷകൾ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പെട്ടെന്ന് തീർപ്പാക്കുന്നു. ഓക്കെ, ആ കാര്യം നോക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്നെ സംഭവം സെറ്റ്. ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യവസായ സൗഹൃദത്തിന് നമ്പർ 1 എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഈ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ ഓൺലൈനിൽ അപേക്ഷകൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തീർപ്പാക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കുറവായിരിക്കാം. അവിടെ എന്തുകൊണ്ട് കുറവായി? അവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം പോലെ തൊഴിലുണ്ട്. അതായത് വ്യക്തികൾ പ്രത്യേകമായിട്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് എൻ്റെ ചോദ്യമാണ്. ആണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ആലോചിക്കുക. അതായത് നമ്മുടെ ഇവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജീവിക്കാൻ വേറെ നിർവാഹമില്ല. അപ്പോൾ ലോട്ടറി വിൽപ്പനക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ലോട്ടറി വിൽപ്പനക്കാരുണ്ട്. മീൻതട്ട്, പച്ചക്കറി, അങ്ങനെയായിട്ട് വഴിയോര കച്ചവടം എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം എല്ലാവർക്കും ജീവിക്കണ്ടേ? അതേസമയം ഇവിടെ ഒരു കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മൊബൈൽ മാനുഫാക്ചറിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടും? അപ്പോൾ അങ്ങനെ തൊഴിൽ ലഭിക്കുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ ആരും വഴിയോര കച്ചവടക്കാരായിട്ട് ആരും ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനി അതുകൊണ്ടാണോ മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷ കുറവും ഈ സ്ഥലങ്ങളിലെ അപേക്ഷ കൂടുതലും? ഇത് ചോദ്യം മാത്രമാണ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളായിട്ട് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തി പറ്റിയാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? പി രാജീവ് സാർ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് സംഭാവനകൾ കുമാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും, ആറ്റിക്കായ് അങ്ങനെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അപേക്ഷകൾ കുമാരമാകുമ്പോൾ വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ നമ്പർ 1 ആയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഓരോ മീൻതട്ടും ബേക്കറിയും മറ്റും തുടങ്ങാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് ഓരോരോ അപേക്ഷകൾ ഇങ്ങനെ കൊടുക്കും തോറും നമ്മൾ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ പി രാജീവ് സത്യസന്ധമായിട്ടാണ് കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ സി ദിവാകരൻ സാർ പറഞ്ഞതും അതും മറ്റൊരു സത്യം.